Hi my dear children, welcome to the accountancy class. Today let us discuss an illustration from your text, page number 189, illustration number 12. Question noga. The balance sheet of Ashish, Suresh and Lokesh who were sharing profits in the ratio 5:3:2 is given below as on March 31st, 2017. മൂന്ന് പാർട്ട്നേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അവരുടെ ഇയർ എൻഡിങ്ങിൽ 31 മാർച്ച് 2017 ബാലൻസ് ഷീറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിലെ ഐറ്റംസൊക്കെ നിങ്ങൾക്കറിയാം. ക്യാപിറ്റൽ നമ്മൾ പുതിയ ഫേമിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുമ്പോൾ അതിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് ഈ ക്യാപിറ്റൽ ബാലൻസുകൾ. ഇവിടെ ശ്യാം, ഗഗൻ, രാം എന്നാണ് അത് വെട്ടി ഇവരുടെ പേര് കൊടുക്കുക. ആശിഷ്, സുരേഷ് ആൻഡ് ലോകേഷ് നോക്കാം. അപ്പോൾ ഇത് മൂന്നും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എഴുതേണ്ടതാണ്. അതുപോലെ റിസർവ് ഫണ്ട് കിടപ്പുണ്ട്, അതും പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. 3 പേർക്കും അവരുടെ ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് പുതിയ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് കാണിക്കണം. അതുപോലെ ഈ അസറ്റ്സ് എല്ലാം കാണിക്കണം. അതിനോടൊപ്പം തന്നെ അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം പുതിയ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സിൻ്റെ വാല്യൂ കാണിക്കാൻ. ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിനാണെങ്കിൽ ഇവിടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. സൺട്രി ഡെറ്റേഴ്സിന് പ്രൊവിഷൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡിൽ നിന്നും കുറച്ച് പൈസ പോകുന്നുണ്ട്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ക്രമീകരിച്ച ശേഷം വേണം പുതിയ ബാലൻസ് ഷീറ്റ്, പുതിയ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. നോക്കുക. സുരേഷ് റിട്ടയേഴ്സ് ഓൺ June 30, 2017 ആൻഡ് ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ എഗ്രീഡ് അപ്പോൺ ഹിസ് റിട്ടയർമെൻറ്റ്. June 30, 2017 സുരേഷ് റിട്ടയർ ചെയ്യുന്നത്. അതിൻ്റെ അകത്തെ പറയുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇനി താഴെ പറയുന്നത്. ഇത് പുതിയ ടെക്സ്റ്റിലാണ് ഈ ഒരു റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് കണ്ടോ. June 30 സുരേഷ് റിട്ടയർ ചെയ്യുന്നത്. നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഡേറ്റ് 31 മാർച്ച് 2017 അല്ലേ. അപ്പോൾ ഈ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ ഒരു 3 മാസം കൂടി കഴിഞ്ഞിട്ടാണ് സുരേഷ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ പഴയ ടെക്സ്റ്റ് കയ്യിലിരിക്കുന്നവർ ഈ ഒരു അവിടെ നോട്ട് ചെയ്യണം. സുരേഷ് റിട്ടയേഴ്സ് ഓൺ June 30, 2017 എന്നുള്ളത് കേട്ടോ. പഴയ ടെക്സ്റ്റിൽ കണ്ടോ സുരേഷ് റിട്ടയേഴ്സ് ഓൺ ദി എബവ് ഡേറ്റ് എന്നാണ്, അതായത് ഈ ഡേറ്റിൽ റിട്ടയർ ചെയ്യുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചേഞ്ച് വരും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ അത് നോട്ട് ചെയ്തോളണം. പിന്നെ ഒന്നാമത്തെ സ്റ്റോക്ക് വാസ് വാല്യൂഡ് അറ്റ് ₹1,72,000. അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നടത്തണം. അപ്പം അത് നമ്മൾ എന്ത് തയ്യാറാക്കണം? റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം. അങ്ങനെ നോക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ 1,85,000 ബുക്കിലുണ്ടായിരുന്നത്. റീവാല്യൂ ചെയ്തപ്പോൾ എത്രയേ ഉള്ളൂ? 1,72,000 ഉള്ളൂ. 1,85,000 നിന്ന് 13,000 രൂപ എന്ത് ചെയ്തു? സ്റ്റോക്കിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്തു. അപ്പോൾ അതെന്ന് പറയുന്നത് എന്ത് ഫീലിംഗ് ആണ്? നെഗറ്റീവ് ഫീലിംഗ് ആണ് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നിന്ന് പോസിറ്റീവ് ഫീലിങ്സ് എല്ലാം ക്രെഡിറ്റ് ചെയ്യണം, നെഗറ്റീവ് ഫീലിങ്സ് തരുന്നതല്ല എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചേക്കുന്നത്? ഡെബിറ്റ് ചെയ്യണമെന്നല്ലേ. അപ്പം ഈ സ്റ്റോക്കിൻ്റെ വിലയിലുള്ള ഈ കുറവ്, ഈ 13,000 രൂപ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് വെയർ വാല്യൂഡ് അറ്റ് ₹80,000. ഫർണിച്ചറിൻ്റെ വില നോക്കിക്കേ, ബുക്കിൽ കിടക്കുന്നത് 77,000 റീവാല്യൂ ചെയ്തപ്പോൾ എത്രയുണ്ടെന്ന് കണ്ടു? 80,000. നമ്മുടെ അസറ്റിൻ്റെ വില ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫീലിംഗ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് എവിടെ കാണിക്കണം? റീവാല്യുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം കാണിക്കാനായിട്ട്. ഇനി അതുപോലെ നെക്സ്റ്റ് profit share of Suresh till the date of his retirement is to be calculated on the basis of fame's last year profit which is ₹2 lakh. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും പഴയ ടെക്സ്റ്റിലില്ല. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റും കൂടി അതിൻ്റെ അകത്ത് എഴുതി ചേർക്കണം. കണ്ടോ, പഴയ ടെക്സ്റ്റിൽ ആകെ 6 അഡ്ജസ്റ്റ്മെൻറ്റേ ഉള്ളൂ. അപ്പം ഈ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല, അത് എഴുതി ചേർക്കണം. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? പ്രോഫിറ്റ് ഷെയർ ഓഫ് സുരേഷ് till the date of retirement it will be calculated on the basis of fame's last year profit. ഇവിടെ സുരേഷ് റിട്ടയർ ചെയ്യുന്നത് ഡേറ്റ് 30 ജൂൺ എന്ന് പറഞ്ഞില്ലേ. നമ്മുടെ ബാലൻസ് ഷീറ്റ് ഡേറ്റ് 31 മാർച്ചാണ്. അപ്പോൾ മാർച്ച് 31 കഴിഞ്ഞ് സുരേഷ് ഒരു 3 മാസം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഫേമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെ പ്രോഫിറ്റിൻ്റെ വീതവും കൂടി ആർക്ക് കൊടുത്തു വിടണം? സുരേഷിന് കൊടുത്തു വിടണം. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്
ഇവിടെ തന്നിട്ടുണ്ട് ഫെയിമിൻ്റെ ലാസ്റ്റ് ഇയറിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ സുരേഷിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈ 3 മന്തിലെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 lakh ആണ്. അപ്പോൾ ആ 2 lakh ഇൻറ്റു ഇനി ഇത് ഒരു വർഷത്തെയാണ് 2 lakh. നമുക്ക് വേണ്ടത് മാർച്ച് കഴിഞ്ഞ് ജൂൺ വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഏപ്രിൽ മെയ് ജൂൺ. അപ്പോൾ 3 മാസത്തെ മതി. അപ്പോൾ 3/12 ഇൻറ്റു പിന്നെ സുരേഷിൻ്റെ ഷെയർ കൊടുത്താൽ പോരെ. അപ്പോൾ സുരേഷിൻ്റെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 3/10. അപ്പോൾ എത്ര കിട്ടും? 15,000 എന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞില്ലേ പുതിയ ടെക്സ്റ്റിനകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വിപുലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പഠിപ്പിച്ചില്ലായിരുന്നോ? ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു പ്രിസീഡിങ് ഇയേഴ്സ് പ്രൊപ്പോർഷനേറ്റ് പീരീഡ് ഇൻറ്റു ഷെയർ ഓഫ് റിട്ടയർഡ് പാർട്ണർ. ഇത് ബേസ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്താ ഇവിടെ ടെക്സ്റ്റിനകത്ത് ചെയ്തിട്ടുണ്ട് വർക്കിംഗ് നോട്ടിൽ. സുരേഷ് ഷെയർ ഓഫ് പ്രോഫിറ്റ് 2 lakh ഇൻറ്റു 3/13 അല്ല കേട്ടോ, അത് വെട്ടി 12 ആക്കണം, ഇൻറ്റു 3/10 എത്രയാണ്? 15,000 ആണ്. അപ്പോൾ മാർച്ച് 31 കഴിഞ്ഞ് ജൂൺ വരെയുള്ള ലാഭത്തിൻ്റെ വിഹിതം സുരേഷിന് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി an amount of ₹10,000 due from Mr. Deepak, a debtor, was doubtful and a provision for the same was required. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് സൺട്രി ഡെറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ സൺട്രി ഡെറ്റേഴ്സിലെ ഒരു ഡെറ്ററായ ദീപക്കിൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ കിട്ടാനുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഡൗട്ട്ഫുള്ളായി. അപ്പോൾ അതിനോട് എന്ത് ചെയ്യാൻ പറയുന്നു? പ്രൊവിഷൻ വെക്കാൻ പറയുന്നു. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് വെക്കണം. അപ്പം സൺട്രി ഡെറ്റേഴ്സിൻ്റെ എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഈ പ്രൊവിഷൻ നമ്മൾ കുറച്ചിട്ടല്ലേ. ഇനിയിപ്പോൾ ഇത്ര അസറ്റ് സൺട്രി ഡെറ്റേഴ്സ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് ഈ 10,000 കുറയും. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് 1,72,000 ആണ്. അപ്പോൾ അതിൽ നിന്ന് 10,000 മൈനസ് ചെയ്യുമ്പോൾ ഇനി എത്ര സൺട്രി ഡെറ്റേഴ്സ് ഉള്ളൂ? 1,62,000 അല്ലേ ഡെറ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ അതെന്ന് പറയുന്നതും ഒരു നെഗറ്റീവ് ഫീലിംഗ് അല്ലേ? നമ്മുടെ ഒരു അസറ്റ് എന്ത് ചെയ്തതാണ്? അവിടെ റെഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ആ വ്യത്യാസം എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. നെഗറ്റീവ് ഫീലിംഗ് ആണല്ലോ. നെക്സ്റ്റ്, ഗുഡ് വിൽ ഓഫ് ദ ഫെയിം വാസ് വാല്യൂഡ് അറ്റ് ₹2 lakh. ഫെയിമിൻ്റെ ഗുഡ് വില്ലാണ് എത്രയെന്ന് പറയുന്നത്? 2 lakh എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തു നിന്ന് എന്ത് കണ്ടുപിടിക്കണം? സുരേഷിലെ റിട്ടയർ ചെയ്യുന്ന സുരേഷിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ അത് എങ്ങനെ വേണം വീതിക്കാനായിട്ട്? ഇവിടെ ഗെയിനിങ് റേഷ്യോയിലാണ് വീതിക്കേണ്ടത്. അപ്പോൾ എന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളെല്ലാം ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോടെ വേണം അതിന്. Ashish and Logesh were to share future profits in the ratio of 3:2. അപ്പോൾ ഇവിടെ എന്ത് റേഷ്യോ തന്നിട്ടുണ്ട്? ന്യൂ റേഷ്യോയും ഉണ്ട്, ഓൾഡ് റേഷ്യോയും ഉണ്ട്. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് ഇത് 5:3:2, ന്യൂ റേഷ്യോ 3:2. അപ്പോൾ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം അല്ലേ? അപ്പം ഫെയിമിൻ്റെ ഗുഡ് വില്ലാണ് 2 lakh. അപ്പം ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് എന്നാ ചെയ്യേണ്ടത്? ഗെയിനിങ് ഷെയർ ഈക്വൽ ടു ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ആണ്. അപ്പോൾ ആദ്യം ആശിഷിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കണം. ആശിഷിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആശിഷിൻ്റെ ന്യൂ ഷെയർ 3/5 മൈനസ് 5/10. അതുപോലെ ലോകേഷിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് എത്ര? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ന്യൂ ഷെയർ, ലോകേഷിൻ്റെ ന്യൂ ഷെയർ 2/5 മൈനസ് ഓൾഡ് ഷെയർ 2/10. അപ്പോൾ അതും വർക്കിംഗ് നോട്ടിൽ ഇതുപോലെ കണ്ടുപിടിക്കണം. കണ്ടോ? ഇതുപോലെ ഇതൊക്കെ ചെയ്യാൻ അറിയാമല്ലോ. 3/5 ഇത് 10 ഡിനോമിനേറ്ററിനെ ഇൻറ്റു 2 ചെയ്തു 10ലേക്ക് ആക്കുന്നു. 1/10 ലോകേഷിൻ്റെ അതുപോലെ തന്നെ ഇതൊക്കെ അറിയാമല്ലോ, ഞാൻ പറയുന്നില്ല. 2/10. അപ്പോൾ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1:2 ആണ്. 1:2 ഇവിടെ തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഫെയിമിൻ്റെ ഗുഡ് വില്ലാണ് എത്രയെന്ന് തന്നിരിക്കുന്നത്? 2 lakh എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കൊടുത്തു വിടേണ്ടത് ആർക്കാണ്? റിട്ടയറിംഗ് പാർട്ണർക്കല്ലേ. അപ്പോൾ സുരേഷിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സുരേഷിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല് എന്ന് പറയുന്നത് 2 lakh ഇൻറ്റു 3/10. അപ്പോൾ എത്രയാണ്? 60,000 ആണ് സുരേഷിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല്. ഇനി ഈ 60,000 അതായത് റിമൈനിങ് പാർട്ട്നേഴ്സ് അല്ലേ റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന് കൊടുത്തു വിടേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുത്തു വിടേണ്ടത്? ഈ ഗെയിനിങ് അതിനാണ് നമ്മൾ ഏത് കണ്ടുപിടിച്ചിരിക്കുന്നത്? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എത്ര പോകണം, എല്ലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എത്ര പോകണം എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? 60,000 ഇൻറ്റു 1:2 അല്ലേ. അപ്പോൾ എത്രയാണ്? 1/3. അപ്പം എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് 20,000ഉം അതായത് ആശിഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് 20,000ഉം ലോകേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് 60,000 ഇൻറ്റു 2/3 എത്രയും പോകണം? 40,000. അപ്പോൾ ഇത് രണ്ടുമാണ് ഇത്രയും എമൗണ്ട്, ഇത് രണ്ടും കൂടെ ചേർത്ത് 60,000
റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താവണം? ക്രെഡിറ്റ് ആവണം. അപ്പം അതിൻ്റെ എൻട്രി ഓർക്കുന്നില്ലേ? എങ്ങനെയാണ്? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നല്ല. അതായത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ആകണം. ഇത്രയും എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആകണം. ഇത് ഏത് അക്കൗണ്ടിലേക്ക് ചെല്ലണം? റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യണം. ഇത്രയും മനസ്സിലായില്ലേ? ഇനി അടുത്തത്, ഇനി ഈ 6th അഡ്ജസ്റ്റ്മെൻ്റ് ആണുള്ളത്. സുരേഷ് വാസ് പെയ്ഡ് ₹40,000 ഇമ്മീഡിയറ്റ്ലി ഓൺ റിട്ടയർമെൻറ്റ് ആൻഡ് ദി ബാലൻസ് വാസ് ട്രാൻസ്ഫേർഡ് ടു ഹിസ് ലോൺ അക്കൗണ്ട്. ഇതിനകത്ത് എന്നാ പറയുന്നത്? സുരേഷിന് ഇമ്മീഡിയറ്റ് ആയിട്ട് 40,000 കൊടുത്തു റിട്ടയർമെൻറ്റിൻ്റെ. ആൻഡ് ദ ബാലൻസ് വാസ് ട്രാൻസ്ഫേർഡ് ടു ഹിസ് ലോൺ അക്കൗണ്ട്. ബാക്കിയുള്ളത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക്. അതായത് ഇപ്പോൾ തൽക്കാലം 40,000 രൂപ കൊടുത്തു, ഇപ്പം മുഴുവൻ എമൗണ്ടും കൊടുക്കാനുള്ള ഒരു ആസ്തി നമുക്കില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്തേക്കാന്ന് പറയുന്നു? സുരേഷിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക്, അതായത് പിന്നീട് ഒരു 3-4 വർഷത്തിനുള്ളിൽ അത് തന്നു എന്നുള്ളൊരു എഗ്രിമെൻറ്റ് പറയുകയാണ്. അപ്പോൾ അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? സുരേഷിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം നമുക്കിവിടെ 40,000 രൂപ കൊടുക്കാനുള്ള എമൗണ്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതും കാണിക്കണം. അപ്പോൾ ഈ കൊടുക്കാനുള്ള എമൗണ്ട് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോഴല്ലേ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അന്നേരം ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞേക്കുന്നു. പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫെയിം. റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫെയിമിൻ്റെ ആദ്യം നമ്മളോട് റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫെയിമിൻ്റെ ബാലൻസ് ഷീറ്റുമാണ് തയ്യാറാക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ അതായത് പോസിറ്റീവ് ഫീലിങ്സ് തരുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും നെഗറ്റീവ് ഫീലിങ്സ് നമ്മൾ അപ്പുറം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഫർണിച്ചറിൻ്റെ വാല്യൂ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് 3,000. അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റ് ആക്കി. സ്റ്റോക്കിൻ്റെ വാല്യൂ 13,000 റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൺട്രി ഡെറ്റേഴ്സിൽ 10,000 ഡൗട്ട്ഫുൾ ആയിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നു? പ്രൊവിഷനും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത്രയേ ഉള്ളൂ റീവാല്യൂ ചെയ്യുന്ന സമയത്തുള്ള അസറ്റിലും ലയബിലിറ്റിയിലും വരുന്ന വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മാത്രമേ എഴുതാനുള്ളൂ. ഇനി എന്ത് ചെയ്യുക? ടോട്ടലി ചെയ്യുക. രണ്ട് സൈഡും കൂടുതലും നോക്കിക്കേ ഡെബിറ്റ് സൈഡാണ് അല്ലേ? അതായത് നെഗറ്റീവ് ഫീലിങ്സ് ആണ് കൂടുതലും വരുന്നത്. ഇനി എന്താണ്? അപ്പോൾ ഇനി ബാക്കി ഇവിടെ 3,000 അല്ലേ ഉള്ളൂ. അപ്പോൾ 23,000 അതിൽ നിന്ന് 3,000 പോയെന്നാൽ ബാലൻസ് ഇനി എത്രയേ ഉള്ളൂ? 20,000 ആണ് ഉള്ളത്. അപ്പോൾ ഈ 20,000 എന്ന് പറയുന്നത് റീവാലുവേഷൻ നടത്തുമ്പോൾ കിട്ടിയ എന്താണ്? ലോസാണ് അല്ലേ? ലോസ് അല്ലേ ഇത്? അപ്പോൾ ആ ലോസിനെ എന്ത് ചെയ്യുക? 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ലാഭം റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് പോലെ തന്നെ ലോസും എന്ത് ചെയ്യണം? അവരത് ഷെയർ ചെയ്യണമല്ലോ. അപ്പോൾ ഏത് റേഷ്യോയിൽ? 5:3:2 എന്ന റേഷ്യോയിൽ ഈ 20,000-നെ 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക എന്ന് പറയുമ്പോൾ നോക്കിക്കേ, എല്ലാം അതേപോലെയുള്ള ഫോർമാറ്റ് തന്നെ 3 പേരുടെയും വരയ്ക്കണം. ഇതിൽ നിന്നാണ് നമുക്ക് റിട്ടയർ ചെയ്യുന്ന പോകുന്ന പാർട്ട്ണറുടെ എമൗണ്ട് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൽ നിന്നാണ്. നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് അല്ലേ? അപ്പോൾ 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് പഴയ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടല്ലോ. അതായത് 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് ഉണ്ടോ? ആശിഷിൻ്റെ 7,20,000, സുരേഷ് 4,15,000, ലോകേഷ് 3,45,000. അത് 3 എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. ഇനി പിന്നെ എന്താ ഉള്ളത്? ഇവിടെ ഒരു റിസർവ് കിടപ്പില്ലേ? റിസർവ് ഫണ്ട് എത്ര കിടപ്പുണ്ട്? 1,80,000 കിടപ്പുണ്ട് അല്ലേ? കണ്ടോ? റിസർവ് ഫണ്ട് 1,80,000 കിടപ്പുണ്ട്. അപ്പോൾ ഇനി അതും ആർക്കുള്ളതാണ്? 3 പേർക്കും കൂടി ഏത് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം? 5:3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. അപ്പം 90,000 ആശിഷിന്, സുരേഷിന് 54,000, ലോകേഷിന് 36,000. ഇനി അടുത്തത് ഇവിടെ ഒരു റീവാലുവേഷൻ്റെ ലോസ് കിടപ്പുണ്ടല്ലോ. ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നോക്കിക്കേ, ഇവിടെ ലോസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ? ഈ ലോസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഡിക്രീസ് ചെയ്യിക്കുകയല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. റീവാലുവേഷൻ ലോസ് 3 പേരുടെ ആശിഷിൻ്റെ 10,000, സുരേഷിൻ്റെ 6,000, ലോകേഷിൻ്റേത് 4,000. അതും എഴുതി. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് ഈ പാർട്ട്ണറുടെ റിസർവ് വിധിച്ചു കൊടുത്തു.
ഇനി അതുപോലെ എന്തുണ്ട്, ഒരു 3 മാസത്തെ ജൂൺ 30 റിട്ടയർ ചെയ്തത്. അപ്പോൾ ഒരു 3 മാസത്തെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതും എന്ത് ചെയ്യണം, റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് വേണം ഇനി കൊടുക്കാനായിട്ട്. അതിൻ്റെ എൻട്രി എന്താ, അങ്ങനെ ഇൻ്ററിയം പ്രോഫിറ്റ് വരുമ്പോൾ ഉള്ള എൻട്രി എന്നായിരുന്നു ഓർക്കുന്നുണ്ടോ? അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന്. അപ്പോൾ എവിടെയാണ് വരണം, റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്നാന്ന് വരണം, പി ആൻഡ് എൽ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 15,000 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നല്ലോ, അത് മനസ്സിലായല്ലോ. അപ്പോൾ അതിന് കൊടുക്കാനുള്ള 15,000 രൂപയും കൂടി സുരേഷിന് ചെല്ലേണ്ടതല്ലേ. കാരണം ജൂൺ 30 റിട്ടയർ ചെയ്തത്. അപ്പോൾ ആ 3 മാസത്തെ ലാഭത്തിൻ്റെ വീതവും കൂടി എന്ത് ചെയ്യുകയാണ്, സുരേഷിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ്. അത് പി ആൻഡ് എൽ സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. കാരണം ഇതിപ്പം റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നത്. ഇനി അടുത്തത് ഗുഡ്വില്ലില്ലേ, ഗുഡ്വില്ലിൻ്റെ എമൗണ്ട്. അപ്പം ഗുഡ്വില്ല് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സുരേഷിൻ്റെ ഷെയർ ഓഫ് ഗുഡ്വില്ല് എന്ന് പറയുന്നത് എത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ, 60,000 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 60,000 ആശിഷും ലോകേഷും കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ 60,000 സുരേഷിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകണം. ഇത്രയും എമൗണ്ടുകൾ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുകയും വേണം, ഡെബിറ്റ് ആവുകയും ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം സുരേഷിൻ്റെ അക്കൗണ്ടിലേക്ക് ഈ ഗുഡ്വില്ലിൻ്റെ തുക ഇട്ട് കൊടുക്കാം. ഇനി അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ സുരേഷിൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യണം, സുരേഷിൻ്റെ കോളത്തിൽ വേണം എഴുതാനായിട്ട്. ഇനി ഇതിങ്ങനെ ഇതുപോലെ സെപ്പറേറ്റ് എഴുതണം. ഇതിൽ ആശിഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എത്രയാണ് വരുന്നത്, 20,000ഉം ലോകേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് 40,000ഉം. ഇങ്ങനെ എഴുതണം, ഇങ്ങനെ തന്നെ എഴുതുക കേട്ടോ. ആശിഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് 20,000, ലോകേഷ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് 40,000. അപ്പം 40, 20, 60,000 രൂപ സുരേഷിൻ്റെ അക്കൗണ്ടിൽ എന്തായിട്ടുണ്ട്, ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ആയപ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് വന്നപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം, അത്ര എമൗണ്ട് പോകുന്നതായിട്ടും കാണിക്കണ്ടേ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ എങ്ങനെ രേഖപ്പെടുത്തണം, അതായത് ഈ 20,000 ആശിഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ 40,000 ലോകേഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ആവുകയും ചെയ്യണം. നോക്കുക, അപ്പം ഇവിടെ ഡെബിറ്റ് സൈഡിൽ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങോട്ടേക്കാണ് പോയേക്കുന്നത്, സുരേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് പോയത്. സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആശിഷിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എത്ര പോയിട്ടുണ്ട്, 20,000ഉം ലോകേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എത്രയാണ് പോയേക്കുന്നത്, 40,000ഉം. കണ്ടോ, സുരേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. അത് ആശിഷിൻ്റേത് 20,000ഉം ലോകേഷിൻ്റേത് 40,000ഉം. ഇങ്ങനെ വേണം ഇത് രേഖപ്പെടുത്താനായിട്ട്. അപ്പോൾ എൻട്രി അറിയാമല്ലോ, എൻട്രി എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇങ്ങനെയല്ലായിരുന്നു, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു റിട്ടയറിംഗ് ചെയ്യുന്ന ആരാണ്, സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും. അതുപോലെ തന്നെ സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്നാന്നും റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ആശിഷ് ക്യാപിറ്റൽ അക്കൗണ്ട്, ലോകേഷ് ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെയല്ലേ എഴുതേണ്ടത്. അപ്പോൾ അതങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് ഗുഡ്വില്ല് കൊടുത്തു. ഇനിയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെ എന്തുണ്ട്, ഒരു സുരേഷിന് 40,000 രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തെന്നാൽ സുരേഷിന് എത്ര രൂപ കൊടുക്കാനുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവും. ആദ്യം ഇവിടെ ക്രെഡിറ്റ് സൈഡാണല്ലോ കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ മൂന്ന് പേരുടെയും ടോട്ടൽ ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, സുരേഷിന് റിട്ടയർ ചെയ്യുന്ന സുരേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 5,44,000 ആണ് ക്രെഡിറ്റ് കിടക്കുന്നത്. ഇനി ഇത് സുരേഷിൻ്റെതിന് മാത്രമാണ് ഇനി ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കി 2 പേരുടേതും ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് CD വേണം അവസാനം എഴുതാനായിട്ട്. അതായത് റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ 7,80,000, അതായത് ഈ 3,80,000 നിന്ന് 81,000 നിന്ന് ഈ കിടക്കുന്ന, അതായത് റീവാലുവേഷൻ്റെ ലോസും അവരുടെ ഗുഡ്വില്ലും ആണല്ലോ അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞിട്ടുള്ളത്. അത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് അതറിയാമല്ലോ, അതങ്ങനെ എഴുതണം. അതിനുശേഷം ഇനി സുരേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ 5,44,000 ആണ് ക്രെഡിറ്റ് കിടക്കുന്നത് ക്രെഡിറ്റ് സൈഡിൽ. അതിൽ നിന്ന് എന്ത് പോയി, ലോസ് ഇല്ലായിരുന്നോ റീവാലുവേഷൻ. ആ റീവാലുവേഷൻ്റെ ലോസ് 6,000 കുറയ്ക്കണം. അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് സുരേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്
ചെല്ലണ്ട നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട്, റിട്ടയറിംഗ് പാർട്ണർക്ക് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 5,44,000 നിന്ന് റീവാലുവേഷൻ്റെ ലോസ് അത് 3 പേര് സഹിക്കണമല്ലോ, അയാളും കൂടെ ഉണ്ടായിരുന്നപ്പം സംഭവിച്ചതാണല്ലോ. അപ്പോൾ ആ ലോസ് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? റിട്ടയറിംഗ് പാർട്ണർക്ക് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി ആ കൊടുക്കാനുള്ള എമൗണ്ടിൽ എന്തെന്നാ പറഞ്ഞേക്കുന്നത്? 40,000 രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്തു, ക്യാഷായിട്ട് കൊടുത്തു. അപ്പോൾ ആ 40,000 കൊടുത്തതാണ് ദേ ഇവിടെ 40,000 എന്ന് പറഞ്ഞ് ക്യാഷ് എന്ന് പറഞ്ഞ് കടത്തിരി. ഇതുകൊണ്ട് ഇതിൻ്റെ നേരെ തന്നെ എഴുതണം, ക്യാഷിൻ്റെ നേരെ തന്നെ എഴുതണം കേട്ടോ. 40,000 എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതായത് 40,000 കൊടുത്തു. അപ്പോൾ ഇനി കൊടുക്കാനുള്ള എമൗണ്ടാണ് നമ്മുടെ എന്നെ ഇതാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ബാലൻസ് വാസ് ട്രാൻസ്ഫേർഡ് ടു ഹിസ് ലോൺ അക്കൗണ്ട്. അപ്പോൾ 40,000 ക്യാഷായിട്ട് കൊടുത്തു, ബാക്കി എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? അവൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ. ഇപ്പം നമ്മൾ പൈസ കൊടുക്കുന്നില്ല, നമുക്കില്ല കൊടുക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ 5,44,000 നിന്ന് 6,000 കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരുന്നു സുരേഷിന് ചെല്ലാനുണ്ടായിരുന്നത്. അതിൽ 40,000 ക്യാഷായിട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 5,44,000 മൈനസ് ഈ കൊടുത്ത എമൗണ്ടും അതുപോലെ തന്നെ റീവാലുവേഷൻ്റെ ലോസും, അത് രണ്ടും കൂടെ ചേരുമ്പോൾ 46,000 ഉണ്ട്. അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? 4,98,000 ആണ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ലോൺ അക്കൗണ്ട് 4,98,000. മനസ്സിലായില്ലേ? അതായത് ഈ ഇത്രയുമുള്ള എമൗണ്ടിൽ നിന്ന് റീവാലുവേഷൻ്റെ ലോസ് കുറച്ചിട്ട് അത്ര ഉള്ളല്ലോ കുറയ്ക്കാനായിട്ട്, ബാക്കിയുള്ള എമൗണ്ട് മുഴുവനുമാണ് റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് കൊടുത്തു വിടേണ്ടത്. അതായത് ഇത്രയും. അതിൽ 40,000 എന്ത് ചെയ്തു? ക്യാഷായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്ത് കൊടുത്തു നമ്മുടെ കയ്യിലിരുന്ന് ഓർത്തോളണം. അപ്പം നമ്മുടെ ക്യാഷ് ബാലൻസ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? 40,000 രൂപ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം 40,000 രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് കൊടുത്തു. ബാക്കിയുള്ള എമൗണ്ടാണ് എന്തെന്ന് പറയുന്നത്? ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതെന്ന് പറയുന്നത് എത്രയാണ്? 4,98,000 ആണ്. അപ്പം 5,44,000 നിന്ന് ഈ 40,000 ഈ കിടക്കുന്ന 6,000 ലോസും കുറച്ചെന്നാൽ കിട്ടുന്ന ബാക്കി എമൗണ്ടാണ് 4,98,000 എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ. ഇത്രയുമാണ് ഉള്ളത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം പഴയ ബാലൻസ് ഷീറ്റൂടെ നമുക്ക് ആവശ്യമുണ്ട്, അതും കൂടെ നോക്കണം. അതിനകത്തുനിന്ന് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നോക്കിക്കേ, ലാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 lakh തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതി. ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഇപ്പോഴത്തെ പേജിലെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ അറിയാമല്ലോ, 3,80,000 ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 4,65,000 ആണ്. ഫർണിച്ചറിൻ്റെ വാല്യൂ 77,000 ആണ് നമ്മുടെ ബുക്ക് വാല്യൂ. പക്ഷേ ഫർണിച്ചറിൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? 80,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് വേണം നമ്മൾ കാണിക്കാനായിട്ട്. റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേമിൻ്റെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ വാല്യൂ വേണം കാണിക്കാൻ, 80,000. ഇനി അതുപോലെ സ്റ്റോക്കിൻ്റെ വാല്യൂ ബുക്കിൽ 1,85,000 ഉണ്ട്. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റീവാല്യൂ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയേ ഉള്ളൂ? 1,72,000 ഉള്ളൂ. അപ്പം നമുക്ക് എത്രയാണ് കാണിക്കാൻ പറ്റുകയുള്ളൂ? സ്റ്റോക്കിൻ്റെ വാല്യൂ 1,72,000 കാണിക്കാൻ പറ്റുകയുള്ളൂ. ഇനി സൺഡ്രി ഡെറ്റേഴ്സ് 1,72,000 ആണ് ഇതിനകത്ത് കിടക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട് 10,000. അപ്പോൾ അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുമ്പോൾ 1,62,000. ഇനി നോക്കിക്കേ, ക്യാഷ് എത്രയാണ്? ക്യാഷ് ഇൻ ഹാൻഡ് 1,21,000 ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്രയും ഉണ്ടോ? ഇല്ലല്ലോ. ഇതിനകത്ത് ഒരു 40,000 രൂപ നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട് അല്ലേ? ആർക്ക് കൊടുക്കാൻ? റിട്ടയർ ചെയ്യുന്ന പോകുന്ന പാർട്ണർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ലേ? അത് എവിടെ ഒരു 40,000 രൂപ കൊടുത്തു. കണ്ടോ? സുരേഷ് വാസ് പെയ്ഡ് ₹40,000 ഇമ്മീഡിയറ്റ്ലി. അത് ക്യാഷ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. നമ്മളത് ഇവിടെയും കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി ആ 1,21,000 ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? 1,21,000 മൈനസ് 40,000. ഇനി എത്രയേ ഉള്ളൂ ക്യാഷ് ബാലൻസ്? 81,000. ഇനി വേറൊരു കാര്യം കൂടെയുണ്ട്. P&L സസ്പെൻസ് അക്കൗണ്ട് ഒരു 15,000 കിടപ്പില്ലേ? അത് നമ്മുടെ ആസെറ്റായിട്ട് എഴുതണം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ഹിയർ ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് റിട്ടയറിംഗ് പാർട്ണർ ഈസ് നോട്ട് അഡ്ജസ്റ്റഡ് ഇൻ ദ റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് ആയിട്ട് നമ്മൾ എഴുതി. പക്ഷേ ഇത് എന്ത് ചെയ്തിട്ടില്ല? റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല.
ഇപ്പം നോക്കിക്കേ, നമ്മളിവിടെ ഈ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് ഇവിടെ കൊടുത്തു. അപ്പോൾ അതനുസരിച്ച് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലേ, ഇവിടെ കുറഞ്ഞ് ഡെബിറ്റ് വന്നിട്ടില്ലേ. അപ്പോൾ അതുപോലെ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ അതെന്ന് പറയുന്നത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാത്തത് കാരണം ഇപ്പോൾ അത് എന്തായിട്ടാണ് കാണിക്കേണ്ടത്, അസറ്റായിട്ട് കാണിക്കണം. P&L സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ളത് ഈ 15,000 ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കണം. കാരണം ഈ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഈ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഈ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ അസറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ലോസ് ആയിരുന്നെങ്കിൽ ഇത് എവിടെ കാണിക്കുമായിരുന്നു, ലയബിലിറ്റി സൈഡിൽ കാണിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പ്രോഫിറ്റ് എന്നല്ലേ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് എന്നല്ലേ തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇതിന് പകരം ഇവിടെ ലോസ് ആയിരുന്നു എങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തതെങ്കിൽ അത് നമ്മൾ എവിടെ കാണിക്കും, ലയബിലിറ്റി ആയിട്ട് കാണിക്കണമായിരുന്നു. ഇനി അടുത്തത് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് പേയ്മെൻറ്റ് ആണ്. അപ്പം ക്യാപിറ്റലിൽ ഇനിയിപ്പോൾ ആരൊക്കെ ഉള്ളൂ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്, റിമൈനിങ് പാർട്ട്നേഴ്സ് ആശിഷും ലോകേഷും അല്ലേ, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ്. ആശിഷിൻ്റേത് എത്രയാണ്, 7,80,000. ലോകേഷിൻ്റേത് 3,37,000. ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എഴുതുന്നു. പിന്നെ ഇനിയുള്ള സുരേഷിൻ്റെ എമൗണ്ട് കൊടുത്ത് തീർത്തിട്ടില്ലല്ലോ, അതെങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, സുരേഷിൻ്റെ ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സുരേഷിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്ന 4,98,000. അതും എന്താണ്, നമ്മുടെ ഒരു ബാധ്യതയാണ് അല്ലേ. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് എത്ര കിടപ്പുണ്ട്, 1,24,000. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 16,000. അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് എഴുതുക, ടോട്ടൽ ചെയ്യുക. അപ്പോൾ 17,55,000 എന്ന് കിട്ടും. ഇങ്ങനെയാണ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് പേയ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഇത്രയുമേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.